பொன்மேகமாய் மழையூற்றுவாயே, பாராத போதும் வரமாகும் மேலா கரம் நீட்டியே அருள் ஊற்றுவாயே, தேடாத போதே கண்முன் தோன்றுவாயே, வாராத போதே கண்ணீராற்றுவாயே, தீராயின் தேடலோ உன் காலடி நான் தேடினேனே, மாறா உன் பூவடி என் கைப்பிடி நான் சேரேனோ, வேலா கதிர்வேலா வடிவேலா. இங்கு தீயோரை கழுவேற்று என் வேலையா, வந்து இல்லாரை நேரேற்று என் பாலையா, கண்டு கொள்ளாரை நீ மாற்று பொன் வேலையா, வந்து செய்வோரை தினம் காக்கும் செவ்வேலையா, இங்கு பார்த்தாலும் முன்னுருவம் தான் வேலையா, இது நடந்தாலும் முன்னாலே தான் முருகையா, தேவர் குலம் காத்த சிறு பிள்ளை நீதானையா, எங்கும் வேறாத பிள்ளை நீரே ஐயா. ஆறாக பாலாக ஊற்றிட தேனாக பூமாலை சூட்டிட ஓங்காரம் ஒன்றும் பார்த்திட வந்தோம் ஐயா, சந்தனம் பூசிய கந்தனின் திருமுக தரிசனம் காண உன் வரமருள்வாயா, யாகமும் தொடங்கிட மேகம் பொழுந்திட தீபத்தை ஏற்றிட கரம் தருவாயா, ரத்தத்தடை முற்றும் தடை விளங்கிட எழுமுருகா, தித்தித்திடை கொட்டும் இடி முழங்கிட திருமுருகா, சரவணனே வேல்முருகா, சண்முகனே ஆழ்மருகா, கைகள் கொண்ட தீபமேற்றிட கண்கள் நம்மை காவல் காத்திட, கால்கள் உந்தன் பாதை சேர்த்திட கந்தானி அருள்வாய், வேலா கதிர்வேலா வடிவேலா. இங்கு தீயோரை கழுவேற்று என் வேலையா, வந்து இல்லாரை மேலேற்று என் பாலையா, கண்டு கொள்ளாரை நீ மாற்று பொன் வேலையா, வந்து செய்வோரை தினம் காக்கும் செவ்வேலையா, எங்கு பார்த்தாலும் முன்னுருவம் தான் வேலையா, எது நடந்தாலும் முன்னாலே தான் முருகையா, தேவர் குலம் காத்த சிறு பிள்ளை நீதானையா, இது உனக்கல்லே வேறாரும் நீரே ஐயா. ஹரஹரோஹரா ஹரஹரோஹரா ஹரஹரோஹரா, ஹரஹரோஹரா ஹரஹரோஹரா ஹரஹரோஹரா, ஹரஹரோஹரா ஹரஹரோஹரா ஹரஹரோஹரா, ஹரஹரோஹரா ஹரஹரோஹரா ஹரஹரோஹரா. இங்கு தீயோரை கழுவேற்று என் வேலையா, வந்து இல்லாரை மேலேற்று என் வேலையா, கண்டு கொள்ளாரை நீ நேற்று பொன் வேலையா, இது சிறப்பாகும் செவ்வேலையா. ഹര ഹരോ ഹര. എന്റെ അമ്മോ സൂപ്പർ. നൃത്തൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ശരത് സാർ വലിയ പാട്ടല്ലേ? വലിയ പാട്ട്, ഒരു ഭീകര പാട്ട്. വലിയ പാട്ടൊന്ന് ഫീൽ ചെയ്യാൻ നമുക്ക്. പാട്ട് ചെറുതാ. ചോദിക്കാം. ശരത് സാർ, வெற்றிவேல் முருகனுக்கு ஹரோஹரா. கந்தா கடம்பா கதிர்வேலா கார்த்திகேயா വേലായുധ ചക്കരേ നന്നായിട്ട് പാടിയടാ, നന്നായിട്ട്. താങ്ക് യു സർ. കാര്യം ഇതിൽ പ്രധാനമായിട്ട് കൂടുതൽ നിന്നെക്കാളും കൂടുതലുള്ളത് ഈ കോറസ്.
അതിന്റെ ഒരു ടെൻഷനിൽ അവർ ഏതാണ്ടൊക്കെ പാടുകയും ചെയ്യുന്നു. ഏതാണ്ടൊക്കെ പൊട്ടത്തെറ്റ് പാടുമ്പോൾ ഇവിടെ തിരിഞ്ഞു നിന്നിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിയുന്നില്ല. അശ്വിനെ പിന്നെ അങ്ങോട്ടങ്ങ് ആയിപ്പോയി. ആ കോറസിലേക്ക് മാത്രം നോക്കി. നീ പാടണേ അശ്വിൻ കുറെ കഷ്ടപ്പെട്ടു എന്റെ വരി പഠിക്കാനേ. അപ്പൊ അവൻ പറയാം, ഞാൻ എന്റെ +2 എക്സാമിന് പോലും ഇങ്ങനെ ഇരുന്ന് ബൈഹാർട്ടാക്കിയിട്ടില്ല. സെയിം റിപ്പീറ്റ് അല്ലേ? അല്ല, വ്യത്യാസം ലൈൻസ് വരുന്നുണ്ട്. ഓക്കെ. അതല്ലേ എല്ലാം തെറ്റിപ്പോയത്. അത് കുഴപ്പമില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ മാഡത്തിനും എവിടെ ഒരു ഡൗട്ട് ഉണ്ടായി. ഈ പാടിക്കൊണ്ടിരിക്കുന്നൊരു കോറസിനെ നോക്കിയിട്ട് അത് പൊക്കോട്ടെ, ഞാനത് ക്ഷമിച്ചു. ഏറ്റവും ഒരു സംശയത്തിൻ്റെ ഒരു കണിക അവിടെ വന്ന് അത് വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ നല്ല ഇത് ആരാ സെലക്ട് ചെയ്തെന്ന് ഇത് കണ്ണിൽ കണ്ടു, അപ്പൊ അത് വേഗം എടുത്ത് അയച്ചു. കണ്ണിലെങ്ങാനും കാണാതിരുന്നെങ്കിലോ ദൈവമേ. മുരുക இந்த பொண்ணை காப்பாற்று முருகா, நான் മൺറാടി വേണ്ടിക്കൊള്ളുகிறேன். അപ്പൊ ചക്കര നന്നായിട്ട് പാടി. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞേ. ഇത് അരൺമനൈ 3 എന്ന് പറഞ്ഞ മൂവിയിലെ സോങ് ആണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് സി സത്യ സർ, ലിറിക്സ് ചെയ്തിരിക്കുന്നത് നാട്ടുരാജ ദുരൈ സർ, പാടിയിരിക്കുന്നത് ഹരിഹരൻ സാറും ശങ്കർ മഹാദേവൻ സാറും. എന്തൊക്കെയായാലും നല്ല എന്താ പറയണ്ടത്, നല്ല ഭീകരന്മാര് 2 രാക്ഷസന്മാര് ചേർന്ന് പാടിയ പാട്ടാണ് എടുത്തുകൊണ്ട് വന്ന് പാടിയ. നന്നായിരുന്നു. നൈസ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക്ക അനഘ സർ. എന്തൊക്കെയുണ്ട്? സുഖം സർ. നന്നായിട്ട് പാടി അനഘ. താങ്ക് യു സർ. അനഘയുടെ അടുത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സോങ്ങും നല്ലൊരു പെർഫോമൻസും. താങ്ക് യു സർ. പിന്നെ ആ ഒരു അനഘ കോറസ്, ആ ഒരു കോർഡിനേഷനിൽ എന്തോ ഒരു കൺഫ്യൂഷൻ സംഭവിക്കുന്നത് വിസിബിളി നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അപ്പം അനഘ നന്നായിട്ട് പാടി. അനഘ താങ്ക് യു സർ. നല്ല രസമുണ്ടായിരുന്നു. അനഘയുടെ അടുത്തു നിന്നുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ്. ചരണത്തിൻ്റെ ബിഗിനിങ് എന്തായിരുന്നു? പാലാക ഊട്രിയുടെ അവിടെ മാത്രം എന്താണ്ടോ ഒരു ചടപട പോലെ ഒന്ന് അല്ലേ? അതെ ഉണ്ടായിരുന്നു. അത് ഒരൊറ്റ ശ്വാസത്തിൽ പാടിയിരുന്നത് നല്ല രസമായി. അത് മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. പിന്നെ എനിക്ക് ആ കോറസ് കോർഡിനേഷനും കൂടെ. അതർവൈസ് അടിപൊളിയായിരുന്നു. നന്നായിട്ട് തന്നെ പാടി അനഘ. ഞാൻ പറയുന്നത് അനഘയുടെ ഇമ്പ്രൂവ്മെന്റ് ഭയങ്കരമാണ് കേട്ടോ. നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ്. ഇങ്ങനെ അങ്ങ് പോട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എംജി സർ. അനഘ സർ. നല്ല സെലക്ഷൻ കേട്ടോ. പാട്ട് താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കാരണം അതിൻ്റെ ആ ഒരു കമ്പോസിഷൻ നല്ല രസമുണ്ട്. കാരണം സസ്റ്റെയിൻ കൊണ്ട് അങ്ങ് ലോങ് ആയിട്ട് നിർത്തിയതിന് ശേഷം ഇമ്മീഡിയറ്റ് കോറസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു ഗുഡ് ഫീലാണ്. വെരി ഗുഡ് ഫീൽ. എനിക്കും തോന്നിയ ഒറ്റ കാര്യമുള്ളൂ, ആ അനുവല്ലയോ ചരണം അതിൻ്റെ ഫസ്റ്റ് ലൈൻ ഒന്ന് പാടാവോ? ഫസ്റ്റ് 2-3 ലൈൻസ്. ആരാഗ പാലാക ഊറ്റിട തേനാക പൂമാല സൂട്ടിട ഓംകാരം ഒൻരൂപ പാർത്തിട വന്തോ മയ്യാ. നേരത്തെ പാടിയപ്പോഴ് അവിടെ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടം വന്നായിരുന്നു. സാരമില്ല, ഇപ്പം നന്നായിട്ട് പാടി. പിന്നെ ലാസ്റ്റ് നിർത്തിയതിൻ്റെ ആ ശ്രുതി ഉണ്ടല്ലോ, പഞ്ചമത്തിൽ നിർത്തുന്നതിൻ്റെ, അത് ഏത് ലൈനായിരുന്നത്? വേരിയന്റ്. ഇപ്പൊ പെർഫെക്റ്റ്. മറ്റേത് ഒരു ചെറിയൊരു ശ്രുതി ഔട്ട് ഓഫ് വിചാരിച്ചു. പക്ഷെ ബാക്കിയെല്ലാം അതിഗംഭീരമായിട്ട് പാടിയിട്ടു. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ആ ശ്വാസം നിൽക്കുമോ, അവിടം വരെ സസ്റ്റെയിൻ പോവോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കൃത്യമായിട്ട് പോയി. നല്ല എന്താ പറയണ്ടേ, ഒരു നല്ല സെലക്ഷൻ, നല്ല സുഖമുള്ളൊരു പാട്ട്. നന്നായിട്ട് തന്നെ പാടി. ബട്ട് എക്സെപ്റ്റ് ദീസ് 2-3 പ്ലേസസ്. ഡോണ്ട് വറി. ഗുഡ് ലക്ക്. താങ്ക് യു സർ. ചേച്ചി അനഘ ക്യാപ്റ്റാ. അമ്മോ എന്തൊരു വലിയ പാട്ട് ഇത്. പഠിച്ചെടുക്കാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവല്ലോ ലിറിക്സ് ഒക്കെ. അയ്യോ ഒരുപാടുണ്ടല്ലോ. അതിലിങ്ങനെ കുറെ കോംപ്ലിക്കേറ്റഡ് വരികളുണ്ട്. അല്ല, വരികളല്ല, കുറച്ച് ലൈൻസ് സംഗതികളുള്ളത്. അപ്പൊ അത് കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു. നന്നായി പാടി. അസല എനിക്ക് ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇത് ഒരുപാട് പഠിക്കാനുണ്ടായിട്ടുണ്ടാവുമല്ലോ, കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവല്ലോ. അതാ അശ്വിൻ പറഞ്ഞ പോലെ അവനും കുറെ കഷ്ടപ്പെട്ടു അല്ലേ ഇത് പഠിച്ചെടുക്കാൻ. എന്നിട്ടൊന്നും പാടിയതുമില്ല. എന്തായാലും ഒരു എഫക്റ്റ് ഉണ്ടാക്കി മോളെ പാട്ട്. ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മുടെ ഓർക്കസ്ട്രയും എല്ലാം കൊണ്ടും നല്ല നിറഞ്ഞു നിന്നു.
പാട്ട് ഫാന്റാസ്റ്റിക് ആയിരുന്നു. താങ്ക് യു. ശരിക്കും ആ മുരുക ഭഗവാനെ കണ്ട പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. ബാക്കിലുള്ള ആ മുരുക ഭഗവാന്റെ ഫോട്ടോയും ഒക്കെ കണ്ടപ്പോഴത്തേക്കും വല്ലാത്തൊരു സന്തോഷം, ഒരു നല്ലൊരു അനുഭൂതിയായിരുന്നു. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. നല്ല രസമുണ്ടായിരുന്നു. പറഞ്ഞ സെയിം ഇതേ കാര്യങ്ങൾ തന്നെ എനിക്കും തോന്നുന്നത്. നമ്മൾ കുഞ്ഞു കുഞ്ഞു ചില സ്ഥലത്ത് ഈ കോറസ് കോർഡിനേഷൻ മോൾക്ക് ഉള്ളിൽ ടെൻഷനായി, ഇവർ തെറ്റിക്കുമോ എന്നുള്ള പേടിയിൽ ഇടയ്ക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കി അവരെയൊക്കെ ഒന്ന് ഗൈഡ് ചെയ്ത്. അപ്പം ടോട്ടലി കുറച്ചൊരു ക്ഷീണമുള്ള പാട്ടാണ്, കാരണം നമുക്ക് അത്രയും എഫേർട്ട് ഇടണ്ടേ. 2 പേര് ഇപ്പോൾ ശരത് സർ പറഞ്ഞ 2 പുലികൾ പാടിയ പാട്ടാണ്. അപ്പോൾ സ്പെഷ്യലി ശങ്കർജിയുടെ ഒക്കെ റേഞ്ച് എന്ന് പറയുന്നത് ആ ഏറ്റവും താരസ്ഥായി ഷഡ്ജമാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം, ആധാരസ. അപ്പം അത് മോള് ഒരു ഫീമെയിൽ വോയിസിൽ ഈ പാട്ട് കൊണ്ടുവന്നത് തന്നെ വലിയ കാര്യം. സെയിം സ്റ്റോറിയാണിത്. അരക്കട്ട കുറച്ചിട്ടുണ്ട്. എന്നാലും യോ ഫാന്റാസ്റ്റിക് മോളെ, നല്ല എഫേർട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ ഗുഡ് കമന്റ്സ്. മാർക്സ് വെക്കാം. ശരത് സാർ. എൻട്രും ഉണക്കില്ല യാറും എന്നൊരു ലൈനില്ലേ, അവിടാണ് ഒരു ഡൗട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എങ്കും ഉനക്കിലെ വേറാരും ഈടെ അയ്യ. വേറെ ആറും വേറെ യാറും എന്നുള്ളതാ. വേറെ വേറാരും ഈടെ അയ്യ. അതാണ്. ഓക്കെ, നൈസ്. പ്രാർത്ഥിച്ചിട്ട് മാർക്ക് തരാം. ഞാൻ മാർക്ക് തരാതിരിക്കുമ്പോ പ്രാർത്ഥിക്കാറുണ്ട് മുമ്പ്. അനക്കെ സർ ഒന്ന് ഗസ് ചെയ്യാമോ? സർ അല്ല ചുമ്മാ പറ. എന്നോട് എന്തിനാ സാറേ? അല്ല ചുമ്മാ പറ. എന്തൊക്കെയാലും ഞാൻ എഴുതിയതേ ഞാൻ തരത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ ബുദ്ധി വൈഭവം എത്രത്തോളം ഉണ്ടെന്നറിയാനാ. ചോദിക്കണ കൂടിപ്പോന്നറിയില്ല. ഒരു 9.4 or 5. അതായത് ചോദിച്ച സ്ഥിതിക്ക് അല്ല, മുന്നേറിട്ട് ചോദിക്കണോണ്ട് കുഴപ്പമുണ്ടോ കിട്ടുമോ ഇല്ലയോ നമുക്കറിയില്ല, പക്ഷെ ചോദിക്കാലോ. അല്ല ഞാൻ എഴുതി വെച്ചത് 9.1. ഇത് നീ ഇങ്ങനെ അന്തപ്പെട്ട് ചോദിക്കുമെന്ന് ഞാൻ കരുതിയോ? സാറില്ല എന്നാ പിന്നെ 9.4 ഇരിക്കട്ടെ. താങ്ക് യു സർ. താങ്ക് യു സാർ. എം ജി സാർ. എൻ്റെ മനസ്സിൽ മോള് ചോദിച്ച പോലെ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുക. 9.4 വേണോ 9.5 വേണോ എന്നിങ്ങനെ ഒരു കൺഫ്യൂഷന് കിടക്കായിരുന്നു. അണ്ണാച്ചിരോട് കൂടണോ അതോ ഒന്നുകൂടെ കൂട്ടി ഞാൻ കൊടുക്കുക? എന്തൊക്കെയാണ് 9.5. താങ്ക് യു സർ. താങ്ക് യു സാർ. അല്ല, നല്ല എഫർട്ട് ഉണ്ട്. അനക്ക ഒട്ടും കുറയ്ക്കുന്നില്ല. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 18.9. താങ്ക് യു. സൂപ്പർ. Ni pa maga